അടിച്ചു വന്ന് അടുക്കളയിലെത്തി നല്ല തുടച്ച് വൃത്തിയാക്കിയെന്ന് പിന്നെ അടുക്കളയെല്ലാം തുടച്ചിട്ട് ചായയെല്ലാം വെക്കാൻ തുടങ്ങുന്നു. എന്താ ആണല്ലേ ഒന്ന് തുടച്ചൊന്ന് ഒതുക്കി വെക്കട്ടെ. പണ്ട് മുതലേ നമുക്കുള്ള ശീലമാണിത്. അതെല്ലാം രാവിലെ എണീറ്റു, കുട്ടിയെല്ലാം അടിച്ചു. ചെറിയ കുഞ്ഞുണ്ടാകുമ്പോഴേ അങ്ങനെ മുറ്റം അടിച്ച് വാതുക്ക വെള്ളം കോരി, അങ്ങനെയാണ് പറയല്. ആദ്യം പഞ്ഞിൽ വെള്ളം കോരി വെക്കണം, എന്നിട്ട് മുറ്റടിക്കണം. അത് കഴിഞ്ഞ് അടുക്കളയിൽ കയറി പാത്രമെല്ലാം പറക്കി പുറത്ത് കൊണ്ടുവയ്ക്കണം. അതെല്ലാം കിണ്ണമല്ലേ. നമുക്കെല്ലാം അമ്മ വീട്ടിൽ ഒരുപാട് ആളുകളുടെ അടയാന്ന് ചെറുപ്പത്തിൽ ആടുന്ന വലിയ ശീലമാണ്. അതൊക്കെ ഇതെല്ലാം പറക്കി പുറത്ത് കൊണ്ടുവച്ച് അടുപ്പിൽ വെണ്ണീര് വാരി, എന്നിട്ട് അടുപ്പിലല്ലേ ഓലക്കൂടിലെല്ലാം ഒന്നൊരാട അടുപ്പിലെല്ലാം വെണ്ണീര് വാരി ഒരുപാട് കൃഷിയെല്ലാം ഇടാന്ന്. പക്ഷേ ഓലപ്പുരയാന്ന് അന്നേരം എല്ലായിടത്തും ആ നാട്ടിൽ അടിയിലക്കാട് എന്ന് പറയും. അങ്ങനെ ഓലപ്പുരയാന്ന് എല്ലായിടത്തും അന്നേരം. മറ്റേ മണ്ണിൻ്റെ വീടോ കല്ലിൻ്റെ വീടോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഓലപ്പുര. ഇല്ലവരും ഇല്ലാത്തവരും എല്ലാം ഇപ്പം എല്ലാം പുരോഗമിച്ചു. അങ്ങനെ ആ നാടെല്ലാം രാവിലെ എണീച്ച് പാഞ്ഞിൽ വെള്ളം കോരി വെച്ച് മുറ്റമെല്ലാം അടിച്ച്, ഒരുപാടുണ്ടാവും അടിക്കാനല്ല, എല്ലാം അടിച്ച്. പിന്നെ ഈ കിണ്ണം ആളെണ്ണം കേട് 10 കിണ്ണമെല്ലാം അതിലധികം ഉണ്ടാവും. അതെല്ലാം പഠിച്ച് വെച്ച് അതവിടെ കൊണ്ടുവച്ചിട്ട് അവത്തെല്ലാം വൃത്തിയാക്കാൻ പോകണം. വെണ്ണീരിട്ടിട്ടാണ് തേക്കൽ. നമ്മൾ അടുപ്പിൽ കത്തിക്കുന്ന വെണ്ണീരുണ്ടല്ലോ, ചാരം, അടുത്ത് തേച്ച് മിനിക്ക് നല്ല സ്വർണ്ണ കളറാക്കണം. ഇല്ലെങ്കിൽ ആദ്യം പഠിക്കാനാക്കും. കുഞ്ഞളാന്നൊന്നുമില്ല, ബോധമൊന്നുമില്ല. ചെറിയെല്ലാം തേച്ച് മിനുക്കിയിട്ട് എവിടെയെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആദ്യം പഠിപ്പിക്കും. അങ്ങനെയല്ല നമ്മളെല്ലാം ജീവിതം ഉണ്ടായിന് ബാല്യകാലത്തെ. അത് ഇപ്പോഴുള്ള കുഞ്ഞക്കെല്ലാം ഉണ്ടാകണ എണീക്കും, അടുപ്പത്ത് എടുത്ത് വെക്കും. നമുക്കില്ല ആ ശീലമാണ് ഇപ്പം. എണീച്ചിട്ടുണ്ടെങ്കിലല്ല, അവര് പറഞ്ഞിട്ട് കാര്യമില്ലല്ല. അങ്ങനെ പിന്നെ അവെല്ലാം അടിച്ച് ചായക്ക് വെള്ളം വെച്ച് പിന്നെയാണ് പാത്രം പിടിക്കാൻ തുടങ്ങൽ. ഇതെല്ലാം ഒരു കെട്ട് പാത്രം പിടിച്ചിട്ട് തീരുമ്പോൾ തന്നെ ഒരു വിധമാകും. ചെറിയ കുഞ്ഞാളല്ലേ, അന്നേരം അത്രയും വയസ്സായിട്ടു, ചെറിയ 10 വയസ്സും കൂടി ആയിട്ടില്ല. ഇപ്പം അതൊന്നും വിചാരിക്കാൻ പറ്റുന്നില്ല. വർത്താനം പറഞ്ഞുകൊണ്ട് നമ്മൾ ബയോഗ്യാസിൻ്റെ സ്റ്റൗവാണ് അടുക്കളയിൽ പൈപ്പ് അടിയോ വിട്ട് പോയതുകൊണ്ടില്ലെങ്കിൽ രണ്ടിലും കത്തിക്കും. രാവിലെ എണീച്ചാൽ ചൂടുവെള്ളമെല്ലാം ഇല്ലാന്ന് ആക്കൽ. ഇപ്പം അതൊന്നും ഇല്ല. എന്നാലും വെറുതെ ഇങ്ങനെ വെക്കും. അത് ഒന്ന് ഇട്ടാൽ ശരിയായി. പൈപ്പ് നേരെ ഇട്ടിട്ട് ആയാൽ ശരിയായി. എവിടെയോ ഊരിപ്പോയിട്ടുണ്ട്. ശരിയാക്കിയത്. ഇപ്പം മഴയെല്ലാം മാറിയാൽ ഒഴിക്കാനും പോകാൻ പറ്റുമല്ലോ. ഒരുപാട് പൈസ ചിലവാക്കിയതാണ്. ഇനിയിപ്പോൾ അധികം പൈപ്പെല്ലാം വാങ്ങിയിട്ട് ഞാൻ അപ്പുറമെല്ലാം തുടക്കട്ടെ. ഇവിടെ വൃത്തിയായത് ഉണ്ടല്ലേ, നല്ലൊരു ഇതല്ലേ. നമ്മൾ രാവിലെ എണീച്ച് വീട്ടിൽ പിന്നെ തുടച്ചിട്ട് അടുപ്പത്ത് വെക്കുമ്പോൾ അതൊരു വൃത്തി തന്നെയാണെന്നല്ല. ഇപ്പോഴത്തെ കുഞ്ഞൊക്കെ ഇതൊന്നുമില്ല. രാവിലെ എണീച്ച പോലെ എടുത്ത് വെള്ളം ഇടാവും, വെക്കും അടുപ്പത്ത്. ഇവിടെ അകത്ത് അടുപ്പാക്കിയിട്ടില്ല, വിറകടുപ്പ് ആക്കിയിട്ടില്ല. സ്റ്റൗവില്ലതുകൊണ്ട് പിന്നെ പുറത്തുതന്നെ അന്നേരം പുറത്തുതന്നെ ഉണ്ടായിന് അടുപ്പെല്ലാം. പലഹാരം ആക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ അടുപ്പ് അങ്ങനെ ആക്കിയിട്ടില്ല. അപ്പോൾ അതെല്ലാം പോയി അടുപ്പെല്ലാം. ഇനിയിപ്പോൾ ആദ്യം പുതിയ അടുപ്പാക്കിയിട്ട് വിറക് കത്തിക്കാനാക്കണം. കുറച്ച് കഴിയുമെങ്കിൽ കുറച്ചായിട്ട് കത്തിച്ചാൽ വിറകും കുറേശ്ശെ ചിലവാകുമല്ലോ. ഇനി ഇതെല്ലാം വൃത്തിയാക്കട്ടെ.
ഇവിടെ ഇത്രയും സ്ഥലമില്ല അടുക്കളയിൽ, ചെറിയ നീളത്തിൽ ഇങ്ങനെ ഒരടുക്കളയാണ് കണ്ടില്ലേ. പാത്രങ്ങളെല്ലാം ഇങ്ങനെ വെക്കാൻ സ്ഥലമില്ല, അത്രയ്ക്ക് ചെറുതാണത്. നീളമുണ്ട്, നീളത്തിൽ ഇങ്ങനെ നീളമുണ്ട്. പക്ഷേ തന്നെ എത്ര ഉണ്ടായാലും കണക്കിന് എല്ലാം വലിച്ച് നിരത്തുമല്ല. അതുകൊണ്ട് ചെറിയ സ്ഥലം ഉണ്ടായാൽ അവിടെ ഒതുക്കി പറക്കി വെക്കാം. അത് വൃത്തിയാക്കിയിട്ട് കാണിക്കാം. രാവിലെ എണീക്കുമ്പോഴേക്ക് ചിലപ്പോൾ എല്ലാം ഉണ്ടാവും. ഇപ്പം കുറച്ച് കുറവാണ്. ഈ ഒച്ചില്ലേ, ഒച്ചിങ്ങനെ എഴിഞ്ഞ് പോകുന്നുണ്ടാവും. വല്ലാത്ത വൃത്തികേടല്ലേ അത്. എവിടെയെങ്കിലും ആയിപ്പോയെങ്കിലേ എന്നെ അത് ഞാൻ എണീച്ചിട്ടുണ്ടെങ്കിൽ വേഗം വന്നിട്ട് ഇതെല്ലാം വൃത്തിയാക്കും. എവിടെയെങ്കിലും ഇതിൻ്റെ അടിയിലെല്ലാം കൂടിപ്പോയാൽ നമുക്ക് കാണൂലല്ലോ, വൃത്തികേടല്ലേ. അതുകൊണ്ട് എല്ലാ ദിവസമൊന്നും ഞാൻ എണീക്കുകയൊന്നും ചെയ്യില്ല. വൈകുന്നേരം എണീച്ചാൽ ഇതെല്ലാം ചെയ്യും. പറ്റുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇത്രയും പണിയിൽ നമ്മൾ അടുക്കളയെല്ലാം വിചാരിച്ചാൽ 5 മിനിറ്റ് വേണ്ട ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ അല്ലേ. അത്രയെല്ലാം ഞാൻ പണിയെടുത്തിട്ട് ഇപ്പോൾ കാണാൻ നല്ല അത്ര വൃത്തിയായി നോക്കിയാൽ. ഇനി പാത്രമെല്ലാം ഒന്ന് വെച്ചാൽ പാത്രമെല്ലാം വെച്ച് കഴിയാനായി. പാത്രമെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മൾ ബേസിനും കൂടെ ഒന്ന് വൃത്തിയാക്കണം. നമ്മൾ അടുക്കളയെല്ലാം വൃത്തിയാക്കി വെച്ചു. ഇനി അപ്പുറത്തേക്ക് വെയിലൊഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അകത്തേക്ക് തന്നെ രാവിലെ വെയിലെല്ലാം ഉണ്ടല്ലേ. ഇനി വേസ്റ്റിനെല്ലാം വൃത്തിയായി. ഇനി അപ്പുറത്തേക്ക് പോകണം. ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ടേ പോകുള്ളൂ, ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. കുറച്ച് നേരം ഇരിക്കുകയോ കിടക്കുകയോ വേണം. ഇനി ഇതെല്ലാം ഒതുക്കണം. അപ്പുറമെല്ലാം ഒതുക്കി അടിച്ച് നിലം തുടക്കില്ല, തട്ടെല്ലാം തുടക്കും. ഇതെല്ലാം രാവിലത്തെ പണിയമ്മ. ചായ എല്ലാം മെല്ലെ വേണ്ട. ഞാൻ ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാം. പണിക്ക് ആൾ വരുമെന്ന് അപ്പോൾ ഇട്ടാക്കിയാൽ വേഗമായില്ലേ. പഴമുണ്ട്. ചായ കുടിച്ചിട്ട് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഇനി തുടങ്ങാം. ആളിൽ മേശമയും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാവരും കൊല്ലാന്നെല്ലാം വൃത്തിയാക്കിയിട്ട് ചായ കുടിക്കാം. ഇതും വൃത്തിയാക്കി വേസ്റ്റിനും കൂടെ വൃത്തിയാക്കിയിട്ട് ഇതും വൃത്തിയാക്കട്ടെ.
ഇന്നും വൃത്തിയായി. ഇനി എല്ലാം തുടക്കലും അടിക്കലും ഉണ്ട്. അത്ര തുടക്കമൊന്നും ചെയ്യില്ല, അടിച്ച് വൃത്തിയാക്കണം. തുടക്കാനാവില്ല, ഈ കാലം കൊണ്ട് ഇങ്ങനെ തുണിയിട്ടിട്ടേ അങ്ങനെയാവണം. അങ്ങനെ എപ്പോഴെങ്കിലും തുടക്കുമല്ലോ, തട്ടുമേലെ നിന്നിട്ട് തുടക്കാലാ, അത് ദിവസവും തുടക്കും. ചായ തളിച്ചു, ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ഇത്രയും ഒരിക്കേ കുടിക്കും ചായ. വൈകുന്നേരം ഒന്നും പിന്നെ കണക്കൊന്നുമില്ല, കുടിച്ചെങ്കിലായി അത്രയില്ല. ഒരു ഗ്ലാസ് ചായ കുടിക്കും ഒരു ദിവസം. എന്നാൽ ചായ കുടിക്കുക മതിയാക്കി. ഇപ്പോഴേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബാക്കി വൃത്തിയാക്കുക. മോൻ കളിക്കാൻ പോയി, ചായക്കൊന്നും തിരക്കില്ല. പണിക്കാൾ വരുന്നുണ്ട്, വളപ്പിൽ പണിക്ക് ആൾ വരുന്നുണ്ടെന്ന്